ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ പൈപ്പ് ലൈൻ റോഡിന്റെ നിർമ്മാണം മന്ദഗതിയായതിൽ പ്രതിഷേധിച്ച് ചൂർണിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങൾ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധം രൂക്ഷമായതോടെ ഏപ്രിൽ 10-നകം പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധക്കാർ സമരം അവസാനിപ്പിച്ചു. ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ പൈപ്പ് ലൈൻ റോഡ് നിർമ്മാണം മന്ദഗതിയാകുകയും വാട്ടർ അതോറിറ്റി അലംഭാവം കാണിക്കുന്നുവെന്നും ആരോപിച്ചാണ് ചൂർണിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തിയത്. MLA അൻവർ സാദത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 99 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഡിസംബർ 2-ന് നിർമ്മാണോദ്ഘാടനം നടത്തി നാളിതുവരെ പദ്ധതി പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ലെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി ബാബു പുത്തനങ്ങാടി പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് CP നാസർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജി സന്തോഷ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ജമാൽ, രാജു കുബ്ലാൻ, മുഹമ്മദ് ഷഫീഖ്, നസീർ ചൂർണിക്കര, KK ശിവാനന്ദൻ, TI മുഹമ്മദ്, KK രാജു, രാജേഷ് പുത്തനങ്ങാടി, മനോഹരൻ തറയിൽ, MV ജോസ്, ബാസ്റൂബി ജിജി, PS യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സമരക്കാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് കടന്നപ്പോൾ പോലീസ് തടഞ്ഞു. ഏപ്രിൽ 10-നകം പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമരക്കാർക്ക് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. ചൂർണിക്കര പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പൈപ്പ് ലൈൻ റോഡ് കഴിഞ്ഞ ഡിസംബർ 2-ാം തീയതി നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതാ. ആ റോഡ് 3 മീറ്റർ മാത്രമേ ടൈല് വിരിക്കാൻ വാട്ടർ അതോറിറ്റി അനുമതി തന്നുള്ളൂ. പക്ഷെ മറിച്ച് തൃക്കാക്കര ഭാഗത്തും പാലാരിവട്ടം ഭാഗത്തും 5 മീറ്റർ 6 മീറ്റർ വീതിയിലാണ് കട്ട വിരിക്കുന്നത്. ഡിസംബർ 2-ാം തീയതി നിർമ്മാണ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഒച്ചിന്റെ വേഗതയിലാണ് പണി നടക്കുന്നത്. ചില മേഖലകളിൽ 15-20 മീറ്ററോളം ഭാഗത്ത് താറെല്ലാം എടുത്തു മാറ്റി GSP വിരിച്ചിട്ട് കട്ടയൊക്കെ ഇട്ട് അവിടെ കരികല്ലെല്ലാം ഇട്ട് മറ്റിലൊക്കെ ഇട്ടിട്ട് പോകുക എന്നുള്ളതാണ്. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരെല്ലാം അവിടെ ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയാ. ഇവിടെ നമുക്ക് ആകെ 400 മീറ്ററേ ഉള്ളൂ. അത് ചെയ്യാൻ 99 ലക്ഷം രൂപ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടും അത് സമയബന്ധിതമായി തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്, 10-ാം തീയതിക്കകം പണി പൂർത്തീകരിക്കാമെന്ന്. ഈ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ 10-ാം തീയതി കഴിഞ്ഞാൽ അതിശക്തമായ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ബ്യൂറോ, ആലുവ. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,